വയനാട് കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവ കുടുങ്ങി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്നലെ രാത്രി കടുവ കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അനഘ റീജ ചേരുന്നുണ്ട്. അനഘ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണല്ലോ കടുവ കുടുങ്ങിയത്. ഇപ്പോഴവിടുത്തെ സാഹചര്യം എന്താണ്? കടുവയെ എങ്ങോട്ടാണ് മാറ്റിയത്? കടുവയുടെ ആരോഗ്യ നില സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണ്? സംഗീത സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ കടുവ കെണിയിലായത്. ഈ പ്രദേശത്തെ സാബുവിന്റെ വീട്ടിൽ വെച്ച കെണിയിലാണ് കടുവ വീണത്. ഏതായാലും കടുവയെ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ സുൽത്താൻ ബത്തേരിയിൽ ഈ കടുവയ്ക്കായുള്ള ഒരു കേന്ദ്രമുണ്ട്. അവിടേക്കാണ് ഈ കടുവയെ കൊണ്ടുപോയിരിക്കുന്നത്. മാത്രമല്ല ഈ കടുവയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും നേരിയ ആശങ്കയുണ്ട്. കാരണം ഈ കടുവയ്ക്ക് അല്പം പ്രായക്കൂടുതലുള്ള ഒരു കടുവയാണ്. വേട്ടയാടാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ കാര്യങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള ഒരു പരിശോധന വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ നടത്തി വരികയാണ്. ഇന്ന് നടത്തും. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇത്തരത്തിൽ കടുവയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഒരു നല്ലൊരു പരിശോധന നടത്തും. ഇത് അനുസരിച്ചായിരിക്കും കടുവയെ ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടണോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് മാറ്റണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക. ശരി അനഘ, വയനാട്ടിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ പിടിയിലായ കേണിച്ചിറയിൽ ഭീതി പരത്തിയ കടുവയെ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്നലെ രാത്രി കടുവ കുടുങ്ങിയത്. അനഘയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.